ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക് ഇറ്റ് സുമിത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ, അതിപ്പോൾ നെഗറ്റീവ് ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ, ടിപ്സ് ആൻഡ് നോളജ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും കമൻറ്റ് സെക്ഷനിൽ വന്ന് മെൻഷൻ ചെയ്യുക. വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് തരാനും ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് ആൾക്കാർ ഒരുപാട് കാലം കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഇത് എപ്പോഴാണ് ലിസ്റ്റ് ആവുന്നത്, അതായത് ഇനി മാർച്ച് 26 ലിസ്റ്റ് ആവാൻ പോവുകയാണോ, എന്താണ് ഒരു അപ്ഡേറ്റ് ഒന്നും ഇല്ലാതെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ സീഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ കുറേ ഡൗട്ടുകളും എല്ലാം ക്ലിയർ ആക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ട് ഫുള്ളായിട്ട് കാണുക. സ്കിപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ ആർക്കാണ് നഷ്ടം? നിങ്ങൾക്ക് മാത്രമാണ് നഷ്ടം, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ അവരുടെ അനൗൺസ്മെൻറ്റ് പേജിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് വന്നിട്ടുള്ള അനൗൺസ്മെൻറ്റ് വായിച്ചിട്ട് നമുക്ക് ഗെയിമിലേക്ക് പോയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ I have got a mon. How can I earn SLOW in SeedGo this March 26? അപ്പോൾ ഈ ഒരു മാർച്ച് 26 എന്നുള്ളൊരു ആഗ്രഹം കണ്ടിട്ടാണ് കുറേ ആൾക്കാർ പറയുകയാണ് ഈ ഒരു സീഡ് എന്ന് പറഞ്ഞത് മാർച്ച് 26 ലിസ്റ്റ് ആവാൻ പോവാണ് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇവിടെ മെയിനായിട്ട് അവർ എന്താണ് പറഞ്ഞിട്ടുള്ളത്? SLOW in SeedGo this March 26 എന്നാണ്. അപ്പോൾ ഈ SLOW എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോക്കൺ ആൾറെഡി തന്നെ അവിടെ ഉണ്ട്. SLOW ഉണ്ട്, സീഡും ഉണ്ട്. അപ്പോൾ ഈ SLOW കൊണ്ടാണ് നമുക്ക് പല ഉപകാരങ്ങളും ഉണ്ടാവാൻ പോകുന്നത്, അല്ലെങ്കിൽ അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു കാര്യമാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു SLOW എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം ഈ മാർച്ച് 26 ഇവരുടെ ബോട്ടിൽ വരാൻ പോവാണ്. അത്ര മാത്രമാണ് ഇപ്പോൾ അവിടെ ഉള്ളൂ. അത് പിന്നെ മേ ബി പൈസ ആക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം കൂടി ആപ്പിലൊക്കെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ലിസ്റ്റിംഗ് എന്ന് ഇല്ലെങ്കിൽ ഇത് ലൈവായിട്ട് ട്രേഡ് വരുന്ന സമയം മാർച്ച് 26 ആണോ? ഒരിക്കലും 26 അല്ലാന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇനിയിപ്പോൾ അതിന് വല്ല തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ താഴെ വന്ന് കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് മെൻഷൻ ചെയ്തു. അപ്പോൾ മൈ ഫ്രണ്ട്സ് സെൻഡ് മീ എ കാൽക്കുലേഷൻ ഓൺ സീഡ് ഗൈഡ് XYZ. Imagine SLOW is listing at $0.1 സംതിങ് എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മേ ബി SLOW എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കണും ഇവിടെ ലിസ്റ്റ് ആവുന്നുണ്ട്. മാർച്ച് 26 മേ ബി നമുക്ക് പൈസ ആക്കാൻ പറ്റും എന്നുള്ളൊരു ഇമാജിൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു വാല്യൂവും അവർ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കൺഫ്യൂഷനൊക്കെയാണ് ഈ ഒരു ഗെയിമിലുള്ളത്. ആ കൺഫ്യൂഷൻ ഞാൻ എന്തായാലും ഈ ആപ്പിൻ്റെ ഉള്ളിൽ പോയിട്ട് നിങ്ങൾക്ക് എന്ത് തരാം, തീർത്തു തരാം. അതേപോലെ തന്നെ ലാസ്റ്റ് സ്റ്റാൻഡ്സ് ടു ഗെറ്റ് മോൺബോക്സ്. സീഡ് മോൺബോക്സ് NFTs ആർ ലൈവ് ഇൻ ദ നെക്സ്റ്റ് 10 minutes. Get മോൺബോക്സ് NFTs, got your wallet ready for airdrop and Monbox NFT CDSN എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അവരുടെ മോൺബോക്സ് അവർ എന്ത് ചെയ്യാൻ പോവാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും 10 മിനിറ്റിൽ ഓപ്പൺ ചെയ്ത് വെക്കും. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വാങ്ങാം. അങ്ങനെയുള്ളൊരു കാര്യമൊക്കെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതേപോലെ തന്നെ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തിനാണ് ഈ സീസൺ 2, അങ്ങനെയുള്ള പല ഡൗട്ടുകൾ കുറേ ആൾക്കാർക്ക് ഉണ്ട്. അവർക്ക് കൂടുതലും ഈ സമയം കൂട്ടിക്കിട്ടാനും അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെയായിരിക്കും അങ്ങനെ ഒരു സീസൺ 2. അതേപോലെ തന്നെ പൈസ കൂടുതൽ വാങ്ങിക്കാനും അങ്ങനെയുള്ള ഒരു കാര്യം കൂടി ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു സംഭവമൊക്കെ അവർ ചെയ്തിട്ടുണ്ടാവുക. നമുക്ക് എന്തായാലും അവരുടെ ആപ്പിലേക്ക് പോയിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് പുതിയതായിട്ട് വന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് എന്ത് തരാം, കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം ഇപ്പോൾ SLOW ആണോ ലിസ്റ്റ് ആവാൻ പോകുന്നത്, സീഡാണോ ലിസ്റ്റ് ആവാൻ പോകുന്നത്, നിങ്ങളുടെ വാലറ്റിലുള്ള ഏത് സീഡാണ് ലിസ്റ്റ് ആവാൻ പോകുന്നതുള്ള ഒരുപാട് ഡൗട്ടുകളാണ് ആൾക്കാർക്കുള്ളത്. അപ്പോൾ ആൾറെഡി തന്നെ എനിക്കിവിടെ എന്താണ് 178 സീഡാണുള്ളത്. അതിൽ നേരത്തെ 300 സംതിങ് സീഡ് ഉണ്ടായിരുന്നു. ഞാൻ അതിലൊരു മോൺ ബോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനത് വീഡിയോയ്ക്ക് വേണ്ടി മേടിച്ചാണ്. നിങ്ങളോട് വാങ്ങണം ഇല്ലയോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എയർ ഡ്രോപ്പിലേക്ക് ഞാൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ന്യൂ എറ ബിഗിൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും പുതിയ ഉടായ്പകളായിരിക്കണം ഇങ്ങനെ ഒരു രീതിയിൽ വരിക എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇത് ഓപ്പൺ ആവട്ടെ. ഇതിൽ ഓപ്പൺ ആയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മോൺ ബോക്സ് വാങ്ങാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും അവർ എന്ത് ചെയ്യുക, അവർ തരിക. അപ്പോൾ നമുക്ക് ഇവിടെ ചെക്ക് എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് കിടക്കുന്നുണ്ട്. ബൈ മോൺ ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനും നമുക്ക് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ റിമൈനിങ് മോൺ ബോക്സ് എന്ന് പറഞ്ഞിട്ട് 2 ലക്ഷം സംതിങ് മോൺ ബോക്സ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു മെയിനായിട്ട് ഇവിടെ ചാർജ് ചെയ്യുന്ന സംഭവം എന്താണെന്ന് പറഞ്ഞാൽ 8 SUI ടോക്കൺ ആണ് ഒരു ബോക്സിന് എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ടിംഗ് പ്രൈസ് അവർ പറയുന്നത്. നമുക്ക് ഇവിടെ ചിലവർക്കൊക്കെ 200 സീഡ് ആയിരിക്കും. ആ 200 സീഡിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ 200 സീഡ് ഞാൻ മേടിച്ച കാരണമാണ് എനിക്കിവിടെ 178 ടോക്കണായിട്ട് സീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ മാറിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സീഡ് മോൺ ബോക്സ് ഞാൻ മേടിച്ചു. ഈ മോൺ ബോക്സിൽ എനിക്ക് വല്ല പ്രത്യേകിച്ച് എന്തെങ്കിലും കിട്ടിയോ, ഒരുപാട് പൈസ കിട്ടിയോ ബ്രോ എന്ന് ചോദിക്കുന്നവരോട് അങ്ങനെ ഒന്നും ഇതിൽ എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് എന്ത് തരാം,
ആ മോൺ ബോക്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ ആ ഒരു കാറ്റഗറിയിൽ തന്നെ കോമൺ, അൺകോമൺ, അതേപോലെ തന്നെ ലെജൻഡറി, അങ്ങനെയുള്ള കുറേ ഒരു ഇല്ലെങ്കിൽ ഒരു മോൺ ബോക്സ് NFTs ആണ് ഉള്ളത്. അപ്പോൾ എനിക്കിവിടെ കിട്ടിയത് കോമൺ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും 200 സീഡ് കൊടുത്താൽ കിട്ടാൻ പോകുന്നത് ഈ ഒരു കോമൺ എന്ന് പറഞ്ഞിട്ടുള്ളതായിരിക്കും. അപ്പോൾ കുറേ ആൾക്കാർക്ക് മോസ്റ്റ്ലി അലോക്കേഷൻ വന്നപ്പോൾ 200 സീറ്റ്സ് പോലും ഇല്ല. അത് അങ്ങനെ ഒരു വേറൊരു കാര്യം കൂടി അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അത് വാങ്ങണമെങ്കിൽ 8 SUI ടോക്കൺ കൊടുക്കണം. ഒരു SUI ടോക്കണിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 200 ചില്ലാന രൂപയാണ്. അപ്പോൾ 8 ടോക്കൺ ഇല്ലെങ്കിൽ 8 ടോക്കൺ അവരുടെ SUI ടോക്കൺ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് 1800 രൂപ, 1700 ചില്ലാന രൂപ അവിടെ മുടക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഈ അത്രത്തോളം പൈസയൊക്കെ ഇതിൽ മുടക്കിയിട്ട് വാങ്ങണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ വാങ്ങണ്ട എന്നുള്ളൊരു കാര്യമൊക്കെയാണ് പറയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ എന്ത് ചെയ്യാം, വാങ്ങാം. ഞാനപ്പോൾ അവൻ്റെ സീഡ് കൊടുത്തിട്ട് തന്നെ ഒരു ബോക്സ് വാങ്ങി. അപ്പോൾ എനിക്ക് കോമൺ എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിൽ കുറേ മാറ്റങ്ങളും അതേപോലെ തന്നെ പോയിന്റും ഒരുപാട് ഹോണ്, മഷ്റൂം, ഗ്ലോയിങ് ടെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് കാറ്റഗറി, മിൻറ്റൊക്കെ 0 പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട്. ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഇതൊക്കെ അറിയാൻ പോകുന്നത്. ഇതിലിപ്പോൾ അവർ ഒരുപാട് മാറ്റങ്ങളോ ഇല്ലെങ്കിൽ ഒരുപാട് അപ്ഗ്രേഡ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ നേരെ ബാക്കിലേക്ക് വരുന്നുണ്ട്, ഒന്നും കൂടി ബാക്കിലേക്ക് വരുന്നുണ്ട്. ഇത് വാങ്ങണമെന്ന് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്, ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർച്ച് 26-ാം തീയതി എങ്ങനെയാണ് ഈ സീഡ് ഇത് നമുക്കിത് മാറി കിട്ടുക, എസ്ലോ ആയിട്ട് മാറി കിട്ടുക എന്നല്ല എല്ലാവർക്കും ഡൗട്ട്. നേരെ ഇവിടെ ഈ ഒരു വാലറ്റ് സെഷനിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ അവരുടെ വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് എന്താണ് പോകാൻ പറ്റും. ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ 2-3 ഓപ്ഷൻ വെച്ചിട്ട് ഇവിടെ നമ്മുടെ വാലറ്റ് കണക്ട് ചെയ്യാം. ഒന്ന് ടെലിഗ്രാം ഓപ്ഷൻ വെച്ച് കണക്ട് ചെയ്യാം. അപ്പോൾ ടെലിഗ്രാം ഓപ്ഷൻ വെച്ച് കണക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ഇന്റർഫേസ് കിട്ടും. നിങ്ങളുടെ എത്ര SLO ഉണ്ട്, എത്ര സീഡ് ഉണ്ട്, എത്ര സീഡ് മോൺ ബോക്സ് ഉണ്ട്, അതേപോലെ തന്നെ മോൺ ബോക്സസ് ലെജൻഡറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഉണ്ടോ, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഒരു സീഡ് മോൺസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാനൊന്ന് മേടിച്ച ആ ഒരു സീഡ് മോൺ ആണ് ഇവിടെ എനിക്ക് ഇന്ന് കിടക്കുന്നത്. അപ്പോൾ ഇത് മേ ബി നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചിലപ്പോൾ മാറ്റാൻ പറ്റും എന്നുള്ളൊരു കാര്യമായിരിക്കും ഇവരെന്ത് ചെയ്യുക, കൊണ്ടുവരിക. മേ ബി ഈ ഒരു സ്പെൻഡിങ് ആപ്പിൽ നിന്ന് ഈ ഒരു വാലറ്റിലേക്ക് ആയിരിക്കും മാറ്റാൻ പറ്റുക. നമുക്ക് ഇതിനൊരു ഉപകാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ മേ ബി ഒരു ഉപകാരം ഉണ്ടാവില്ല. നമുക്ക് ഇവിടെ സ്പെൻഡിങ് ആപ്പിലായിരിക്കും ഇതൊക്കെ കിടക്കുന്നത്. ഇത് നേരെ ഇവിടുത്തെ വാലറ്റിലേക്ക് നമുക്ക് മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും ചിലപ്പോൾ കൊണ്ടുവരിക. അങ്ങനെയുള്ള പല ഉടായ്പകളും അവർ കാണിക്കാനുള്ള കുറേ സാഹചര്യങ്ങൾ ഒരു പ്രൊജക്റ്റാണ് നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഈ 26-ാം തീയതി 21-ാം തീയതിയൊക്കെ നമുക്ക് പൈസ ആക്കാൻ പറ്റും, ഇല്ലെങ്കിൽ ഇത് ലിസ്റ്റ് ആവും എന്നൊക്കെ പറയുന്നവർക്ക് അവരെന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാലറ്റ് ടു സ്പെൻഡിങ് ആപ്പും അതേപോലെ തന്നെ തിരിച്ച് വാലറ്റ് ടു മാറ്റാൻ, വാലറ്റ് ടു സ്പെൻഡിങ് ആസ് ഈസ് നൗ ലൈവ്, സ്പെൻഡിങ് ടു വാലറ്റ് വിൽ ബി അവൈലബിൾ ഓൺ മാർച്ച് 21, 2025. അപ്പോൾ ഈ വാലറ്റ് എന്നുള്ളത് നമുക്ക് തിരിച്ചു മാറ്റാനുള്ള ഒരു ഓപ്ഷനും മാർച്ച് 21 വരും എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ നിങ്ങളുടെ അവിടെ നമുക്ക് അവിടെ ഒരു മാറ്റാൻ ഇത് പൈസയാക്കി മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ അസറ്റിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ മോൺ ബോക്സിന്റെ ഈ ഒരു ഓപ്ഷൻ അവർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ബോക്സ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ടോ മേ ബി നമ്മുടെ ആ വാലറ്റിലേക്ക് നമുക്ക് ഈ മോൺ ബോക്സിന്റെ ഈ SUI ടോക്കൺ ആയിട്ടോ അങ്ങനെയുള്ള രീതിയിലേക്ക് മാറ്റാൻ പറ്റും എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമാണ് ഞാൻ ഇവിടെ ഇപ്പോൾ കണ്ടിട്ടുള്ളൂ. നമുക്ക് ഇവിടെ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഈ 2 ആപ്പിലേക്കുമാണ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളൂ. അവിടെ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യണം, ഇപ്പോൾ SUI ഒക്കെ അയക്കണമെങ്കിൽ അതിന് വീണ്ടും നമ്മൊരു ഫീ ഒക്കെ കൊടുക്കേണ്ട ഒരു ഓപ്ഷനാണ് നമുക്ക് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ വളരെയധികം ദുരന്തമായിരിക്കണം മേ ബി ഒരു ആപ്പ്. മേ ബി നല്ലൊരു പ്രോഫിറ്റ് ഒക്കെ കിട്ടുമായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ 26-ാം തീയതി നമുക്ക് ഈ ഒരു ബോക്സ് ഒക്കെ കിട്ടി മേ ബി നമുക്ക് ഈ ഒരു SLO എന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടാനുള്ള ചില ഓപ്ഷൻസ് ഒക്കെ നമുക്ക് എന്താണ് അവിടെ ഉണ്ടാവാം. അങ്ങനെയുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. നമുക്ക് ഇവിടെ എന്താണ് 1000 മൈൽ ജേർണി സ്റ്റാർട്ട് വിത്ത് സിംഗിൾ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഓരോരോ കാര്യങ്ങളൊക്കെ അവൻ്റെ ഈ ഒരു വെബ്സൈറ്റിൽ പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാനും പറ്റും. ആ ഒരു കാര്യം മാത്രമാണ് ഇപ്പോൾ ഇതിൽ വന്നിട്ടുള്ളൂ. ഇതിലിപ്പോൾ ഇനി പൈസ ആക്കാൻ പറ്റുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നവരോട് തീർച്ചയായിട്ടും പൈസ ആക്കാൻ പറ്റില്ലായിരിക്കും. എനിക്ക് മനസ്സിലായത് അതാണ്. അപ്പം നിങ്ങൾക്ക് എന്നെക്കാളും കൂടുതൽ ഇതിൽ നിന്ന് വേറെ എന്തെങ്കിലും മനസ്സിലായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, അത് നമ്മുടെ അടുത്ത് പറയാം. നമുക്ക് മേ ബി NFT ഒക്കെ നമുക്ക് വേറെ രീതിയിൽ ഏതെങ്കിലും ഒരു ഇവൻ്റെ ഈ NFT വിൽക്കുന്നവിടെ നമുക്ക് ടോൺ കൊടുത്ത് വാങ്ങാനോ ഇല്ലെങ്കിൽ വിൽക്കാനോ പറ്റുമായിരിക്കാം. അല്ലാതെ വേറെ രീതിയിൽ തന്നെ ഇവൻ്റെ ടോക്കൺ ലിസ്റ്റ് ആയിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്കറ്റ് പ്ലേസും കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ, അങ്ങനെയുള്ളൊരു മാർക്കറ്റ് പ്ലേസ് ഇവർ എന്താണ് കൊണ്ടുവരുമ്പോൾ നമുക്ക് അത് അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ള ഒരു NFT ബോക്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ കയ്യിലുള്ള ടോക്കൺ ആയിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലും മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു മാർക്കറ്റ് പ്ലേസിൽ അവർ കൊണ്ടുവരുമായിരിക്കാം. 26-ാം തീയതി ആയിരിക്കാം, മേ ബി, മൈറ്റ് ബി, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം, ഇല്ലെങ്കിൽ പ്രോബബ്ലി അങ്ങനെയുള്ള കാര്യം മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. തീർച്ചയായിട്ടും കൊണ്ടുവരും. ആവോ ഇതൊക്കെ എപ്പോൾ കിട്ടും ബ്രോ ചോദിച്ചാൽ എനിക്ക് ഒരു ഉറപ്പുമില്ല ഈ ഒരു സീഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൽ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് ഇതിൻ്റെ മെയിനായിട്ട് ഈ ഒരു മാപ്പിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ നേരത്തെ കാണുന്നുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് എന്ത് തരാം, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഒരു ഓപ്ഷൻസിൽ നമുക്ക് അവിടെ എന്താണ് ചെയ്യേണ്ടത്, കുറേ മോൺ ബോക്സ് കിടക്കുന്നുണ്ടല്ലോ, ഗിഫ്റ്റ് കിടക്കുന്നുണ്ടല്ലോ,
ഇവൻ്റെ ഇതിലൊക്കെ കുറേ കാര്യങ്ങളാണ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പുതിയ സംഭവങ്ങൾ അവർ എന്ത് ചെയ്തിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ കോമൺ ബോക്സ് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്, ഡിസ്കവറി എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഇവിടെ എന്താണ് ഈ ഒരു മോൺ ബോക്സ് ഇവിടെ എവിടെയെങ്കിലും പ്ലേസ് ആയി കാണുന്നുണ്ടാവും. അല്ലാതെ ഇതിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അവരൊരു ഫുൾ ഗൈഡ് അവർ പറഞ്ഞു തന്നാലാണ് നമുക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഇതിലിപ്പോൾ എസ് ലവ് എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ നമുക്കിപ്പോൾ ജനറേറ്റ് ആവുന്നില്ല. മേ ബി ഒരു NFT കോമൺ ഇത് മേടിച്ച കാരണം ഇതിന്ന് മേ ബി ഓട്ടോമാറ്റിക്കലായിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് നമുക്ക് എസ് ലവ് നമുക്ക് വിൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്നെക്കാളും കൂടുതലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ താഴെ വന്ന് പറയുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യനുകളോ ഉണ്ടെങ്കിലോ അത് കമന്റ് സെക്ഷനിൽ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും പുതിയ അറിവ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. എന്നാൽ മാത്രമാണ് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അതൊരു ഉപകാരമാവുള്ളൂ. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ടെലിഗ്രാം ചാനലിൽ കയറാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ടെലിഗ്രാം ചാനലിൽ കയറുക. ടെലിഗ്രാം ചാനലിൽ ഈ ഒരു 60 രൂപൻ്റെ ഇന്നലെ ഇട്ടിട്ടുള്ള ലൂട്ടിൽ കുറേ ആൾക്കാർക്ക് ഈ 60 രൂപ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും GP ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ 60 രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പം തന്നെ പൈസ വേണം എന്നുള്ള ഒരു ഏഞ്ചൽ വൺ എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്കിലും കൂടി കയറുന്ന പറഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ GPയിൽ 171 രൂപ ഇൻസ്റ്റന്റ് ആയിട്ട് ഇതിൽ അക്കൗണ്ട് എടുത്ത് KYC കംപ്ലീറ്റ് ചെയ്ത് ആക്ടിവേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ GPയിൽ കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ വളരെ 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 യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വന്ന് ചോദിക്കുക. ഞാൻ തീർച്ചയായിട്ടും ഞാൻ എന്താണ് നിങ്ങൾക്ക് അത് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി എൻ്റെ പരമാവധി ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.